ആറ്റിങ്ങലിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്താൻ ആർഎസ്എസ് ശ്രമം. ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിനെ വീട് കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പോസ്റ്റർ നശിപ്പിച്ച സംഭവം ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. BJP RSS ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് വി ജോയ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കമുങ്ങൻകുഴി ജംഗ്ഷനിൽ സ്ഥാപിച്ച വി ജോയിയുടെ പോസ്റ്റർ RSS സംഘം ചൊവ്വാഴ്ച നശിപ്പിച്ചിരുന്നു. ഇതിനു പകരമായി കഴിഞ്ഞ ദിവസം LDF സുജിത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും പോസ്റ്റർ ഒട്ടിക്കാനെത്തി. ഇത് RSS പ്രവർത്തകർ വീണ്ടും തടഞ്ഞു. തുടർന്ന് രാത്രിയോടെ ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിനെ വീട് കയറി RSS പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സുജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വീട്ടിൽ കയറി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പേര് വിളിച്ച് മറ്റേ സിറ്റൗട്ടിട്ട് ഇറക്കുകയും ഇവിടെ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. വലിച്ച് പുറത്തിട്ട് ആദ്യം ഒരു വെട്ടോത്തി കൊണ്ട് വെട്ടാനായിട്ട് വരികയും കൈ കൊണ്ട് തട്ടി മാറ്റുകയും ചെയ്തു. അപ്പോഴത്തേക്കും കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ട് ഭാഗ്യം മുഖത്ത് വെട്ടിയിട്ടാതെ പോയി. പിന്നെ കമ്പിപ്പാരം തലക്കടിക്കുകയും ഇവിടുന്ന് പിന്നെ റോഡിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. BJP RSS ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജോയ് മർദ്ദനം നേരിട്ട സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി ഇവിടെ മത്സരിക്കാൻ വന്നതിന് ശേഷം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ക്രിമിനൽ സെറ്റുകളെല്ലാം ഈ ആറ്റിങ്ങലിൽ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസ് വളരെ സീരിയസ് ആയി വിഷയത്തെ കാണണം. ഇത്തരം കുറ്റകൃത്യങ്ങൾ വന്നാൽ ഇതിപ്പോ തലയ്ക്കാണ് മാരകമായിട്ടുള്ള മുറിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയ സെക്ഷൻ പോലീസ് ഇട്ട് അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. രതീഷ്, ശശികുമാർ തുടങ്ങി 4ഓളം RSS പ്രവർത്തകരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഇതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.